നമസ്കാരം. യൂറോപ്യൻ ഫ്യൂച്ചറും അമേരിക്കൻ ഫ്യൂച്ചറും ഏറെക്കുറെ ഫ്ലാറ്റ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസവും മാർജിനലി ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിലാണ് മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയത്. റിലയൻസ് ഇൻഡസ്ട്രീസ്, SBI തുടങ്ങിയ സ്റ്റോക്കുകൾ സെല്ലിംഗ് പ്രഷർ നേരിട്ടെങ്കിലും ICICI ബാങ്ക്, ടാറ്റ കൺസൾട്ടൻസി തുടങ്ങിയ സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് ആണ് മാർക്കറ്റിനെ 0.23% ഉയർത്തി 25,482 മുകളിൽ ക്ലോസിംഗ് നൽകാൻ പ്രേരിപ്പിച്ചത്. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും ഇന്ന് ലഭിക്കുന്ന സൂചനകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസന്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ്. കഴിഞ്ഞ ദിവസം NVIDIA കോർപ്പറേഷൻ എന്ന US മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ സ്റ്റോക്ക് ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. 2027 ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ കമ്പനിയുടെ എക്സ്പെക്റ്റഡ് റവന്യൂ $78 ബില്യൺ മുകളിലേക്ക് എത്തുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം NVIDIA പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ സെക്ടറിലെ കമ്പനികളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം വരുന്ന ക്വാർട്ടർലി റിസൾട്ടിൽ അല്ലെങ്കിൽ 2027 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർലി റിസൾട്ടിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിലെ കമ്പനികളുടെ റവന്യൂ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഏഷ്യൻ മാർക്കറ്റിൽ നിന്നുള്ള അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിലും പോസിറ്റീവ് അല്ലെങ്കിൽ ഹയർ സൈഡിലുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് കാണുന്നത്. MSCI ഏഷ്യ പസഫിക് ഇൻഡെക്സ് 0.8% ഉയരുകയും ചെയ്തു. ഇറാൻ US സംഘർഷത്തിൽ ചില ചർച്ചകൾ നടക്കുന്നതുകൊണ്ട് ബ്രന്റ് ക്രൂഡിൻ്റെ വില 1% ഇടിഞ്ഞത് ഇന്ത്യൻ മാർക്കറ്റിനും ഗ്ലോബൽ മാർക്കറ്റിനും അനുകൂലമായ ഒരു വാർത്തയായിട്ടാണ് പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇസ്രായേൽ വിസിറ്റ് നടത്തുന്നതുകൊണ്ട് പല ഡീലുകളിലും ഒപ്പുവയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് KSBയുടെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 10% ഉയരുകയും റവന്യൂ 8% ഉയരുകയും ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് 10.8% വർദ്ധിച്ച് 73 കോടിയിൽ നിന്നും 81 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 8% വർദ്ധിച്ച് 726 കോടിയിൽ നിന്നും 784 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. EBITDA 32% വർദ്ധിച്ച് 98 കോടിയിൽ നിന്നും 130 കോടിയായി ഉയരുകയും മാർജിൻ 13.5% നിന്നും 16.5% മെച്ചപ്പെടുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് എന്ന സ്റ്റോക്കാണ്. ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക് എന്ന കമ്പനിക്ക് ഒരു ഡൊമസ്റ്റിക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് പെൻ ഇൻജക്ടർ സപ്ലൈ ചെയ്യുന്നതിന് 423 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം അമേരിക്കയിലേക്കുള്ള സോളാർ മൊഡ്യൂൾസിൻ്റെയും സോളാർ സെൽസിൻ്റെയും ഇമ്പോർട്ടിന് മുകളിൽ അമേരിക്ക 126% കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് സെക്ടറിലെ പല കമ്പനികളുടെയും റെസ്പോൺസ് പുറത്തു വന്നിട്ടുണ്ട്. ഈ റെസ്പോൺസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിലൊന്നാമത്തെ കമ്പനി വാരി എനർജിയാണ്. കഴിഞ്ഞ ദിവസം 126% ഡ്യൂട്ടി ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വാരി എനർജിയുടെ സ്റ്റോക്കുകൾ 10% ഇടിഞ്ഞിരുന്നു. വാരി എനർജി പുറത്തുവിട്ട റെഗുലേറ്ററി അപ്ഡേറ്റിൽ പറയുന്നത് US നിന്നുള്ള ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി US മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയെ ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് 126% താരിഫ് എക്സിസ്റ്റിംഗ് ഓർഡറുകളിൽ വലിയ റോൾ പ്ലേ ചെയ്യില്ല എന്നാണ് വാരി എനർജിയുടെ സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. പ്രീമിയർ എനർജി എന്ന കമ്പനിയുടെ അപ്ഡേറ്റ് പറയുന്നത് US അതോറിറ്റീസുമായി കമ്പനി ഇതുവരെയും ഒരു അൺഡിസ്ക്ലോസ്ഡ് നെഗോഷിയേഷൻസ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രീമിയർ എനർജി എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കൂടാതെ കൂടാതെ MV ഫോട്ടോവോൾട്ടായിക് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. MV ഫോട്ടോവോൾട്ടായിക് എന്ന കമ്പനി പുറത്തുവിട്ട അപ്ഡേറ്റിൽ പറയുന്നത് US ഇമ്പോർട്ട് വളരെ കുറവാണ്. കമ്പനി പ്രധാനമായും ഡൊമസ്റ്റിക് ഡിമാൻഡിനെ കേറ്റർ ചെയ്യുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് 126% താരിഫ് MV ഫോട്ടോവോൾട്ടായിക് എന്ന കമ്പനിയെ ബാധിക്കില്ല എന്നതാണ്. സോളാർ വേൾഡ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സോളാർ ഫോട്ടോവോൾട്ടായിക് മൊഡ്യൂൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഇന്റലഗ്രി ഗ്ലോബൽ എന്ന കമ്പനിയുമായി ചേർന്ന് കമ്പനി നോൺ ബൈൻഡിംഗ് എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. IRFCയിൽ ഗവൺമെൻറ് OFS കൊണ്ടുവന്ന് സ്റ്റേക്ക് സെല്ലിംഗ് നടത്തുകയാണ്. അതുകൊണ്ട് IRFC എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനി അദാനി റിന്യൂവബിൾ എനർജി മിഡിൽ ഈസ്റ്റ് എന്ന പേരിൽ ഒരു സബ്സിഡറി കമ്പനി അദാനി
ഗ്രൂപ്പിൻ്റെ ഒരു സബ്സിഡറി കമ്പനി മിഡിൽ ഈസ്റ്റിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. SBI ലൈഫ് എന്ന കമ്പനി ₹2.70 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. മാർച്ച് 6-ാം തീയതിയാണ് ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. സ്വാത്തിക് ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് സോളാർ ഫോട്ടോവോൾട്ടായിക് മൊഡ്യൂൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 87 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്വാത്തിക് ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. ടോൾ പ്ലാസ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റിന് 16 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. RBL ബാങ്കിൽ SBI മ്യൂച്വൽ ഫണ്ട് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്താൻ തീരുമാനിച്ചതുകൊണ്ട് RBL ബാങ്ക് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്